ഗൂഗിൾ പേ വഴി പണം അയച്ചിട്ട് നമുക്ക് അയച്ച ആൾക്ക് പണം കിട്ടാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സാധാരണ അത് അങ്ങനെ ലേറ്റ് ആവുകയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കും. അപ്പോൾ അത് കിട്ടാത്ത പക്ഷം അയച്ച സ്റ്റാറ്റസ് പരിശോധിക്കുക. അതിൽ സക്സസ് എന്നുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പരിശോധിച്ചിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ സക്സസ് എന്നുണ്ടെങ്കിൽ ആ പണം വിത്തിൻ സെക്കൻഡ്സ് ആ അയച്ച ആൾക്ക് കിട്ടിയിരിക്കും. ഇനി കിട്ടാതെ വരികയാണെങ്കിൽ മാക്സിമം 3 ദിവസം വരെയ്ക്ക് വെയിറ്റ് ചെയ്യുക. അതിനുള്ളിൽ പണം കിട്ടിയില്ലെങ്കിൽ ഇത് പരിശോധിക്കുക. കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുക. കസ്റ്റമർ കെയർ അത് എനിക്ക് മുന്നും വേണമെങ്കിൽ ബന്ധപ്പെടാം. കസ്റ്റമർ കെയറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ പണം ലഭിച്ചിട്ടില്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ അറിയിക്കുക. റൈസ് ഡിസ്പ്യൂട്ട് എന്നതിൽ പ്രസ് ചെയ്തുകൊണ്ട് അമർത്തിക്കൊണ്ട് അവർ പറയുന്ന പോലെ കാര്യനിർദ്ദേശങ്ങൾ പാലിക്കുക. പണം 3 ദിവസത്തിനുള്ളിൽ ലഭിച്ചിരിക്കും. ഫിക്സ് പ്രോബ്ലംസ് വിത്ത് ട്രാൻസാക്ഷൻ എന്നതിൽ പോവുക. 3 ദിവസത്തിനുള്ളിൽ പണം ലഭിച്ചില്ലെങ്കിലത്തെ കഥയാണ്. 3 ദിവസത്തിനുള്ളിൽ പണം ലഭിച്ചില്ലെങ്കിൽ ഫിക്സ് പ്രോബ്ലംസ് വിത്ത് ട്രാൻസാക്ഷൻ എന്നതിൽ പോവുക. ചില സന്ദർഭങ്ങളിൽ ബൈ ചാൻസ് ഇടപാട് നടന്നില്ല എന്ന സന്ദേശം വരികയും എന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോവുകയും ചെയ്യുന്ന റെയർ കേസുകൾ സംഭവിക്കാം. അങ്ങനെ റെയർ കേസുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള പരാതി കൊടുക്കുന്നതിന് ആ മുറയ്ക്ക് പരാതി കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ദിവസത്തിനുള്ളിൽ നമുക്ക് പണം ലഭിച്ചിരിക്കും. ഇനി മറ്റൊരു സന്ദർഭം എന്താണെന്നെങ്കിൽ ചിലപ്പോഴിപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവാർഡുകൾ ലഭിക്കുമ്പോൾ ഗൂഗിൾ പേയുടെ പണം ലഭിച്ചു എന്ന് നമുക്ക് മെസ്സേജ് കാണിക്കുകയും എന്നാൽ അക്കൗണ്ടിൽ നിന്ന് പണം ഗൂഗിൾ പേ ലഭിച്ചു എന്ന് കാണിച്ചിട്ട് നമുക്ക് അക്കൗണ്ടിൽ പണം ലഭിക്കാതിരിക്കുന്ന ചില റെയർ കേസുകൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 7 ദിവസമാണ് അതിന് കാലാവധി മാക്സിമം പറയണത്. ആ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് പണം ലഭിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഗൂഗിൾ പേ ഒരു സേഫ്റ്റി മെത്തേഡ് തന്നെയാണ്. പണം എവിടേക്കും പോവില്ല, ധൈര്യമായിട്ട് നമുക്ക് അയക്കാം. ഓക്കെ, താങ്ക് യു.